ഇസ്രയേലിൻ്റെ ഗാസ അധിനിവേശം ഏതാണ്ട് 10 മാസം പിന്നിടുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആകാംക്ഷയിലാണ്. എന്നാണ് ഇതൊന്ന് അവസാനിക്കുക? ഒരുപാട് മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നു. ഇവിടെ ഇപ്പോൾ കടന്നു വരുന്നൊരു പ്രധാന നിർണായകമായ ഒരു വാർത്ത എന്ന് പറയുന്നത് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് തുർക്കിയുടെ പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗാൻ നടത്തിയ ഒരു വലിയ പ്രസ്താവനയാണ്. ഞങ്ങൾ വേണ്ടി വന്നാൽ ഇസ്രയേലിൽ ഇടപെടും. ഗാസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. 10 മാസം കഴിഞ്ഞിട്ടും പരിഹാരമാകാതെ മുന്നോട്ട് പോകുന്ന, ഇപ്പോൾ സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന റോമിൽ സമാധാന ചർച്ചകളിലാണ്, ഇറ്റലിയിൽ വെച്ച് സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും എല്ലാം മധ്യസ്ഥതയിൽ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി തലവൻ ഉൾപ്പെടെ, മൊസാദിൻ്റെ തലവൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചയിൽ ഉൾപ്പെടെ തീരുമാനങ്ങളാകാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. ഈ അവസരത്തിലാണ് എർദോഗാന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പടയൊരുക്കം നടക്കുന്നതായി ലോകം സംശയിക്കുന്നത്. ഇനി ടർക്കിഷ് പ്രസിഡന്റ് എർദോഗാനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ചില ജൽപ്പനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില മുൻ പ്രസ്താവനകളെക്കുറിച്ചും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു വെടി പൊട്ടിക്കുന്ന ഒരു ശീലമുണ്ട് എർദോഗാന്. അത് ഇറാൻ്റെ പ്രസിഡന്റിനും ഉണ്ടായിരുന്നു. കടന്നുപോയ റൈസിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇസ്രയേലിനെതിരെ മിസൈലുകൾ അയക്കുന്ന ഘട്ടം വരെ എത്തി ഇറാൻ. എന്നാൽ ടർക്കിയെ വില കുറച്ച് കാട്ടാനാവില്ല. കാരണം എർദോഗാൻ തന്നെ പറയുന്നു, നോക്കൂ, ഞങ്ങൾക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഞങ്ങൾ ലിബിയയിൽ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ സൈന്യത്തെ അയച്ചുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചത് ലോകം മറന്നു കാണില്ല. അത് മാത്രമല്ല, തൊട്ടടുത്ത് അസർബൈജാൻ അർമീനിയ പ്രശ്നത്തിൽ, അതായത് അവർ ആ രണ്ട് രാജ്യങ്ങളും തുർക്കിയുടെ അടുത്ത് കിടക്കുന്ന 2 രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ നഗോണോ കറബാഹിന് വേണ്ടി നടത്തിയ പിടിവലികൾ, അതിൽ മുസ്ലിം രാജ്യമായ അസർബൈജാന് പിന്തുണ നൽകിക്കൊണ്ട് നഗോണോ കറബാഹ് പിടിച്ചെടുക്കുന്നതിന് അസർബൈജാനെ സഹായിച്ച തുർക്കിയുടെ ശക്തമായ നിലപാട്. അപ്പം തുർക്കിയെ വില കുറച്ച് കാട്ടാനാവില്ല എന്ന് എർദോഗാൻ തന്നെ പറയുകയാണ്. അതായത് ആണ്ടി വലിയ അടികാരനാണെന്ന് ആണ്ടി തന്നെ പറയുകയാണ്. പക്ഷെ അടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. അതുകൂടി കാട്ടിക്കൊണ്ട് തന്നെയാണ് എർദോഗാന്റെ ആ പ്രസ്താവന. ഇവിടെ ചതഞ്ഞ് നീങ്ങുന്ന സന്ധി സംഭാഷണം. അപ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് തെക്കൻ റഫായുടെ അതിർത്തിയോട് ചേർന്നുള്ള മറ്റൊരു ഇടനാഴിയിൽ, ഫിലാഡൽഫിയ ഇടനാഴി, ആ ഇടനാഴിയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വേണം, യുദ്ധം അവസാനിപ്പിക്കാം. പക്ഷേ 2-3 കണ്ടീഷൻസ്. അതിലെ പ്രധാന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈജിപ്തുമായി ഗസ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ശക്തമായ ഇസ്രയേലി സൈനിക സാന്നിധ്യം തുടരണം. അത് മാത്രമല്ല, ഗസയെ 2ആയി വെട്ടിമുറിച്ചുകൊണ്ട് തെക്ക് നിന്ന് കിഴക്കേക്ക് ഉള്ള പ്രധാന ഹൈവേയിൽ, ആ ഹൈവേയുടെ നിയന്ത്രണം ഇസ്രയേലി സൈന്യത്തിനായിരിക്കും, സായുധ സംഘത്തിനായിരിക്കും. ഇത് രണ്ടും സ്വീകരിക്കാൻ ഒരു രീതിയിലും തയ്യാറല്ല ഹമാസ്. അതുകൊണ്ട് ഈ സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. കൂനിന്മേൽ കുരു എന്ന നിലയിലാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന്, ലെബനനിലെ തീവ്ര വിഭാഗമായ ഷിയ മിലിഷ്യയായ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ പ്രസ്താവന സാഹിത്യം വരുന്നു. പ്രസ്താവന മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റ് വർഷം നടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിൻ്റെ അധിനിവേശത്തിലുള്ള ഗോലാൻ കുന്നുകൾ, സിറിയയിൽ നിന്നും ഇസ്രയേൽ പിടിച്ചെടുത്ത ഭാഗമാണ് ഗോലാൻ ഹൈറ്റ്സ്. ഗോലാൻ കുന്നുകളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ സൈന്യം. ഏതാനും കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഒരു കളിസ്ഥലത്ത് അത് വീണു. അപ്പം അങ്ങനെ വലിയ തോതിൽ സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്ന അവസരത്തിൽ തുർക്കിയുടെ വാക്കുകൾ വെറും വീൺവാക്കായി മാറുമോ? എസ്കലേഷൻ സാധ്യതയുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ എസ്കലേഷൻ സാധ്യത ഒട്ടുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു പരിഹാരമുണ്ടാകുന്നതിന് പര്യാപ്തമായ പ്രയോഗങ്ങളോ വാക്കുകളോ അല്ല ഇത്. നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ഒരുപക്ഷെ തുർക്കി ഉൾപ്പെടെ വന്ന് അമേരിക്കയുടെ മധ്യസ്ഥതയിലോ മറ്റോ ചർച്ച നടത്തി പരിഹരിക്കാവുന്നതാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പുലിവാൽ പിടിച്ചൊരവസ്ഥയാണ്. കാരണം അമേരിക്കയുടെ നെയ്റ്റോയിലെ സഖ്യരാജ്യമാണ് തുർക്കി. അതേസമയം തുർക്കിക്ക് നെയ്റ്റോയുടെ പൊതു നയത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇസ്രായേൽ പാലസ്തീൻ നയമുണ്ട്. അതുകൊണ്ട് തുർക്കിയെ കൺട്രോൾ ചെയ്യാൻ അമേരിക്കയ്ക്ക് മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് തുർക്കിയെക്കൂടെ പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു സമാധാന പ്രക്രിയ നടക്കില്ല. ഇറാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയം
ഇറാനെ ഒരിക്കലും മധ്യസ്ഥ രാജ്യമായി അംഗീകരിക്കില്ല. കാരണം ഇസ്രായേലിൻ്റെ ആജന്മ ശത്രുവാണ് ഇറാൻ. അതുകൊണ്ട് ഇറാനെ മധ്യസ്ഥ രാജ്യമായി ഒരിക്കലും അംഗീകരിക്കില്ല. പക്ഷേ ഇറാനും തങ്ങളുടേതായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാകണം. ലോകരാജ്യങ്ങളെ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കൂ, ഓരോ സമയത്ത് ഇസ്രായേലിനെതിരെ തങ്ങളാണ് ഏറ്റവും നന്നായി റെസിസ്റ്റ് ചെയ്യുന്നത് എന്ന് ഇസ്ലാമിക ലോകത്തെ ചിന്തിച്ച ആളുകളുണ്ട് ചരിത്രപരമായി. അതിലൊരാൾ സദ്ദാം ഹുസൈനാണ്. സദ്ദാം ഹുസൈൻ അമേരിക്ക വിരുദ്ധത, ഇസ്രായേൽ വിരുദ്ധത അതിൻ്റെ ചിറകിലേറിയാണ് 80കളിലും 90കളിലും 2003 അദ്ദേഹം പിടിയിലാകുന്നത് വരെ അദ്ദേഹം ആൻറ്റി അമേരിക്കനിസത്തിലാണ് ത്രൈവ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരും ഉണ്ടായിരുന്നു. എന്നാൽ സദ്ദാം ഹുസൈൻ്റെ ഗതി നമ്മൾ കണ്ടതാണ്. ആ ഗതിയെ ഓർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് സദ്ദാം ഹുസൈൻ്റെ ഗതിയാണ് ഒരുപക്ഷെ ഉർദുഗാനും വരാൻ പോകുന്നത്. അതിനർത്ഥം ഉർദുഗാനെ എല്ലാവരും കൂടെ പിടിച്ച് തടവിലാക്കും എന്നൊന്നുമല്ല, മറിച്ച് ഇസ്രായേലിനെതിരെ ഘോരഘോരം പോരാടിയ ഒരു ശക്തിയും ചരിത്രത്തിൽ വിജയിച്ചു വന്നിട്ടില്ല എന്ന ട്രാക്ക് റെക്കോർഡിൻ്റെ അഹങ്കാരമായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഭരണ നേതൃത്വത്തിൽ നിന്നും കടന്നു വരുന്നത്. അത് ഒരു വശം. ഇനി മറുവശത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇതിന് തലയൂരണം എന്ന ഒരു ആഗ്രഹമുണ്ട്. അതിനൊരു വഴി കാണുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പൂർണ്ണമായി 10 മാസം കഴിഞ്ഞതിന് ശേഷവും ഹമാസിനെ പൂർണ്ണമായി ഉച്ചാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഉന്മൂലനാശം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗാസ എന്ന കേവലം 362 സ്ക്വയർ കിലോമീറ്റർ സ്ട്രിപ്പ് പിടിച്ചെടുക്കാൻ, പൂർണ്ണമായി പിടിച്ച് കൈവശപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരു അജയ്യത അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇപ്പോഴും ഹമാസ് സജീവമെന്ന് പറയാനാവില്ല എങ്കിലും ഹമാസ് ഇസ് ഗിവിംഗ് റെസിസ്റ്റൻസ് ടു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ്. ഏതാണ്ട് ചാരക്കുമ്പാനയായി 39,000-ൽ പരം ജീവനുകൾ പൊതിഞ്ഞ്, നിസ്സഹായ ജീവനുകളാണ് ഗാസയിൽ പൊതിഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ കൂട്ടക്കുരുതികളിൽ, ഇപ്പം ഹിറ്റ്ലറിൻ്റെ ഓഷ്വിറ്റ്സ് ക്യാമ്പുകളിലെ കൂട്ടക്കുരുതി എന്ന് പറയുന്ന പോലെ അതിന് അത്രയും ഭീകരമല്ല എങ്കിൽ പോലും അതിനോട് കിടനിൽക്കാവുന്ന സ്ലൊബോദാൻ മിലോസെവിച്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന നരനായാട്ട്, എത്നിക് ക്ലെൻസിങ് യുഗോസ്ലാവിയയിൽ ആഭ്യന്തര യുദ്ധകാലത്ത് നടന്നതുപോലെ അതിനോടൊക്കെ സമാനമായ രീതിയിലുള്ള ഒരുതരം എത്നിക് ക്ലെൻസിങ്, ഒരു വംശീയ ഒരു ഉന്മൂലനം തന്നെ ഗാസയിൽ നടക്കുന്നു എന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, അത് മുസ്ലിം ലോകം മാത്രമല്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം ആ ചിന്തകളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ ലോക മനസാക്ഷിയെ പൂർണ്ണമായി എതിരാക്കി നിർത്തിക്കൊണ്ട് അധികം കാലം മുന്നോട്ട് പോകാൻ ഇസ്രായേലിനും ബുദ്ധിമുട്ടാണ്, അമേരിക്കയ്ക്കും പിടിച്ചു നിൽക്കാനാവില്ല. അത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരുപക്ഷെ കമലാ ഹാരിസ് ആണ് ജയിച്ചു വരുന്നത് എങ്കിൽ അമേരിക്കയുടെ നയത്തിൽ മാറ്റമുണ്ടാകുമോ, അതും ലോകം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഗസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉർദുഗാൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രസ്താവനയെ കാറ്റലിസ്റ്റായിട്ട് കാണുന്ന ചിലരുണ്ട് എങ്കിൽ പോലും അതൊരുപക്ഷെ എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായിരിക്കാം. പ്രധാനമായി ഇന്നത്തെ ആവശ്യമെന്ന് പറയുന്നത് ഒരു സർവകക്ഷി അല്ലെങ്കിൽ എല്ലാ 2 വിഭാഗങ്ങളിലെയും പെടുന്ന ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് റോമിലെ ചർച്ചകൾ വിജയത്തിൽ എത്തുക, ഹമാസ് സംയമനം പാലിക്കുക, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി വിട്ടുവീഴ്ച ചെയ്യുക, ബന്ദികളുടെ കൈമാറ്റം ഉടനടി നടക്കുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങളല്ലാതെ മറ്റ് മധ്യപൗരസ്ത്യ പ്രദേശത്ത് ശാന്തി പുലരാൻ മറ്റൊരു മാർഗവും കാണുന്നില്ല എന്നതാണ് സത്യം.